കുറെ നാളത്തെ ആഗ്രഹമാണ് ലഡാക്കിൽ പോവാന്. ലഡാക്കിൽ ഒരു ബൈക്ക് റൈഡൊക്കെ ഉച്ചാളത്തെ ആഗ്രഹമാണ്. അത് ഫൈനലി സംഭവിച്ചു. നമ്മൾ വന്നിട്ട് ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു. നമ്മൾ ക്ലൗഡിൽ നിന്ന് സൺറൈസ് ഒക്കെ കണ്ടു. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു ശരിക്കും ആ വ്യൂ. ആക്ച്വലി ഡിയോർ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ത്രൂ ആണ് നമ്മൾ ട്രാവൽ ചെയ്തത്. ഇവര് ഷാർക്ക് ടാങ്കിലൊക്കെ വന്നിട്ടുള്ളതാണ്. ആക്ച്വലി ഒരു 7-day പാക്കേജ് ആയിരുന്നു. 6 night 7-day പാക്കേജ്. ഡ്രൈവർ വന്ന് പിക്ക് ചെയ്തു. നമ്മൾ ഹോട്ടലിലോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യം തോന്നിയത് ഡെസേർട്ട് ആണ്. ഒരു പച്ചപ്പൊന്നുമില്ല, പച്ചപ്പില്ല, ഭയങ്കര ബിഗ് മൗണ്ടൻസ്, അങ്ങനത്തെ ഭയങ്കര വാസ്റ്റ് ഡെസേർട്ട്. ഒരു ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുന്ന അറിയുന്നല്ലാതെ ആരാണ് കൂടെ ഉള്ളതെന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഒരു മറ്റേ ആപ്പിൾ മരമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഹോട്ടലിനുള്ളിൽ തന്നെ. അപ്പൊ അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നമ്മുടെ ഹിമാലയൻസ് നിരത്തി വെച്ചിരിക്കുക ഒരു 10-100 ഹിമാലയൻ. ലഡാക്കിൽ ചെന്നാൽ നിങ്ങൾക്ക് കുറച്ച് ശ്വാസം കിട്ടാൻ ആദ്യത്തെ ദിവസം ബുദ്ധിമുട്ടായിരിക്കും. തലയിൽ കുറച്ച് അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് ശരിക്കും കുറച്ച് ഫീൽ ചെയ്തു. നമ്മള് ഹെവി ഫുഡ് അടിച്ച് തിരിച്ച് ഹോട്ടലിൽ എത്തിയപ്പോഴാണ് ക്യാപ്റ്റൻ പറയുന്നത് ലൈറ്റ് ഫുഡ് റെസ്റ്റ് ആണല്ലോ. എന്നിട്ട് നമ്മൾ ഹോട്ടലിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോ നമ്മുടെ ഹോട്ടലിലെ മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് മലയാളം കേൾക്കും. നമ്മളെന്നിട്ട് കൂടി മുകളിൽ കയറിയപ്പോ ഒരു ഗ്യാങ് 10-12 പേര്. എന്നിട്ട് ഈ ശരിക്കും ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എല്ലാവരും ഇങ്ങനെ ബൈക്സ് ഒരുമിച്ച് പോകുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഒരു ഫീലായിരുന്നു. നമ്മളിപ്പോ കുറെ നാളത്തെ ആഗ്രഹമാണ് ലഡാക്കിൽ പോവാന്. ലഡാക്കിൽ ഒരു ബൈക്ക് റൈഡൊക്കെ ഉച്ചാളത്തെ ആഗ്രഹമാണ്. അത് ഫൈനലി സംഭവിച്ചു. നമ്മള് ശരിക്കും ട്രിവാൻഡ്രത്ത് നിന്നാണ് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് നമ്മുടെ ഫ്ലൈറ്റ് ഡൽഹി ത്രൂ ആയിരുന്നു കണക്ഷൻ. അപ്പൊ രാവിലെ നമ്മൾ ഓർത്ത് ഊബർ കാർ പിടിക്കാനായിരുന്നു. ഫ്ലൈറ്റ് ആക്ച്വലി രാവിലെ 5 മണിക്കായിരുന്നു. നമ്മളൊരു 3 o'clock ആകുമ്പോൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ ഊബർ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇന്ന്. കാറൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് ഓട്ടോയിലെത്തി. പിന്നെ നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയ കാരണം പ്രൊസീജിയേഴ്സ് ഒക്കെ എളുപ്പമായിരുന്നു. വേഗം ഓടിയാൻ പറ്റി. വന്നിട്ട് ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയ നമ്മൾ ക്ലൗഡിൽ നിന്ന് സൺറൈസ് ഒക്കെ കണ്ടു. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു ശരിക്കും ആ വ്യൂ.
നമുക്കപ്പം ഡൽഹി കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. ഡൽഹിയിൽ ലാൻഡ് ചെയ്ത് അവിടെ അധികം ലേ ഓവർ ഇല്ലാണ്ട് തന്നെ ലേയിലോട്ട് പോകും. പക്ഷെ നമ്മൾ വേറെ ടൗണിലോട്ട് പോകണം. അവിടെ എത്തി ഈ വേറെ ടൗണിലോട്ട് ബസ് കയറാൻ നിൽക്കുമ്പോൾ അവിടെ ഒരു ആന്റീനെ പരിചയപ്പെട്ടു. അവര് ലേ സെറ്റിൽഡ് ആണ്. പക്ഷെ ട്രിവാൻഡ്രത്ത് നിന്നുള്ളവരെ തന്നെയായിരുന്നു. പക്ഷെ അവരുടെ ഹസ്ബൻഡ് അവരൊക്കെ പണ്ടോട്ടേ ലേയിൽ തന്നെയായിരുന്നു. അപ്പൊ അവരിങ്ങനെ കുറെ നേരം നമുക്ക് ഇങ്ങനെ ലഡാക്കിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസസും ഈ അക്ലൈമറ്റൈസേഷനെ കുറിച്ചൊക്കെ അവരും പറഞ്ഞു. നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ലഡാക്കിൽ ചെന്നിട്ട് ക്ലൈമറ്റ് അഡ്ജസ്റ്റ് ആവാനൊക്കെ ഇച്ചിരി പാടായിരിക്കും എന്നൊക്കെ. അപ്പൊ അവരതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നത് നിങ്ങളൊരു ദിവസം ഫുൾ റെസ്റ്റ് എടുക്കണം അങ്ങനെയൊക്കെ. പക്ഷെ നല്ലൊരു കമ്പനിയായിരുന്നു. അവരുമായിട്ടായിരുന്നു നമ്മുടെ ആ ഒരു ലേ ഓവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ആക്ച്വലി ഡിയോർ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ത്രൂ ആണ് നമ്മൾ ട്രാവൽ ചെയ്തത്. ഇവര് ഷാർക്ക് ടാങ്കിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അറിയില്ല, ഷാർക്ക് ടാങ്കിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോ ഇൻസ്റ്റയില് മെസ്സേജ് അയച്ച് അങ്ങനെ അവരൊരു പാക്കേജ് ഒക്കെ നമുക്ക് തന്നു. പക്ഷെ നല്ലൊരു കോർഡിനേഷൻ ആയിരുന്നു അവരുടെ സൈഡിൽ നിന്ന് വെച്ചാൽ ഗ്രൂപ്പ് ടൂർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് ബൈക്ക് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു എന്തായാലും ഒരു അഡ്വഞ്ചർ ഇതിനകത്തായിരുന്നു, നമ്മൾ എക്സൈറ്റ്മെന്റിനകത്തായിരുന്നു എന്തായിരിക്കും അവിടെ എത്തിയാലെന്നൊക്കെ ആലോചിച്ചിട്ട്. ആക്ച്വലി ഒരു 7 day പാക്കേജ് ആയിരുന്നു. 6 night 7 day പാക്കേജ്. ലേ ടു ലേ എന്നാണ് പാക്കേജ്. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും തിരിച്ച് ലേയിലോട്ട് തന്നെ നമ്മുടെ ഐറ്റിനറിയിൽ പാങ്ങോങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കാത്തിരുന്ന് ലഡാക്ക് എയർപോർട്ടിൽ എത്തി. അപ്പം ശരിക്കും എയർപോർട്ട് നമ്മളൊരു ചെറിയ എയർപോർട്ടാണ്. നമ്മുടെ കൊച്ചി ട്രിവാൻഡ്രം അങ്ങനത്തെ ഒരു ഫീലൊന്നും അല്ല. നമ്മളൊരു ചെറിയ എയർപോർട്ട്. പുറത്തോട്ട് പെട്ടെന്ന് ഒരു പ്രൊസീജിയറും തന്നെ അങ്ങനെ ഭയങ്കര കോംപ്ലക്സ് ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങി. എയർപോർട്ട് ആക്ച്വലി ഒരു മിലിറ്ററി ബേസ് പോലെ ഇരിക്കും. അങ്ങനത്തെ ഒരു എയർപോർട്ട് നമുക്ക് എയർപോർട്ട് ആണെന്ന് തോന്നുന്നില്ല. പുറത്തിറങ്ങിയാൽ കുറെ മിലിറ്ററി യൂണിഫോംസ് ഇട്ട ആളുകൾ, അങ്ങനത്തെ ഒരു മിലിറ്ററി ബേസ് ക്യാമ്പ്, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു നമുക്ക്. മറ്റു കുറെ പേര് പ്ലക്കാർഡ് വെച്ചിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഗസ്റ്റിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ നോക്കി നമ്മുടെ പേരൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി. നമ്മളിപ്പം ഇതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിയോറുകാർ തന്നെ ഒരു ചാറ്റിംഗ് ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതില് നമ്മളിങ്ങനെ ഇൻഫോം ചെയ്തു, ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ഇൻഫോം ചെയ്തപ്പോൾ ഡ്രൈവർ വന്ന് പിക്ക് ചെയ്തു. നമ്മൾ ഹോട്ടലിലോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യം തോന്നിയത് ഡെസേർട്ടാണ്. ഒരു പച്ചപ്പൊന്നുമില്ല, അങ്ങനത്തെ ഭയങ്കര വാസ്റ്റ് ഡെസേർട്ട്. വേറൊരു ഫീലാണ്, വേറെ എവിടെയും. നമ്മൾ കാറിൽ കയറിയപ്പോൾ നമ്മുടെ ഒരു ഗ്രൂപ്പ് മേറ്റിനെ കൂടെ നമ്മൾ കണ്ടത്. ശരിക്കും നമുക്കപ്പം കുറെ ഒരു ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുന്ന അറിയുന്നല്ലാതെ ആരാണ് കൂടെ ഉള്ളതെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഫസ്റ്റ് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഒരാളെ കണ്ടത് നമ്മുടെ ടാക്സിയിൽ. അപ്പൊ ഈ എയർപോർട്ട് ഫ്ലൈറ്റ് ടൈമിങ് ഉച്ചവരെ കണ്ടേ ഉള്ളൂ. ലഡാക്കില് അവിടെ പൊതുവെ ഉച്ചവരെ ഫ്ലൈറ്റ്സ് ലാൻഡിംഗ് ക്ലൈമറ്റിലായിരിക്കും. എനിക്ക് ഞങ്ങളുടെ ഫ്ലൈറ്റ് ആയിരുന്നു തോന്നുന്നു അന്നത്തെ ദിവസത്തെ ലാസ്റ്റ് ഫ്ലൈറ്റും തോന്നുന്നു നമ്മുടെ ഗ്രൂപ്പില്. അപ്പൊ അങ്ങനെ നിയർ ആയിരുന്നു നമ്മുടെ ഹോട്ടലിന്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മറ്റേ പുള്ളീനെ ഫസ്റ്റ് കണ്ടത് നമ്മുടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. മുംബൈ. അങ്ങനെ മുംബൈക്കാരനെ പരിചയപ്പെട്ടു. പുള്ളിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ബൈക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ്. എല്ലാരും കൂടെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷെ അടിപൊളിയായിരുന്നു ആ ഫീല്. എന്നിട്ട് ഓടിച്ച് ഹോട്ടലിലെത്തി അവിടെ റിസീവ് ചെയ്യാൻ ഡിയോറിന്റെ സ്റ്റാഫ് ഉണ്ടായി. നമ്മൾ വന്നിട്ട് ഒരു സാധാ ഹോട്ടല്, ഒരു നോർമൽ, അത്ര ഭയങ്കര ഭീകരം അങ്ങനെ ഒന്നുമല്ല, സാധാ. പക്ഷെ ചുറ്റിനെ കാണാനൊക്കെ നമുക്ക് ഒരു മറ്റേ ആപ്പിൾ മരമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഹോട്ടലിനുള്ളിൽ തന്നെ. അപ്പൊ അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. അതിന്റെ ഉള്ളിൽ തന്നെ ഒരു ആപ്പിൾ മരം, ഒരു ഗ്രീൻ ആപ്പിൾസ് ഒക്കെ പിടിച്ചു കിടക്കുന്നു. അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു സൈഡിലൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ റൂമൊക്കെ വളരെ സാധായിട്ടുള്ള ഒരു റൂമായിരുന്നു. അവിടെ പിന്നെ ഹോട്ടൽ ഓണറിന്റെ ഒരു ബോൺവിൽ ബോബർ ഉണ്ടായിരുന്നു. ഞാൻ അപ്പോഴാണ് ബോബർ കാണുന്നത്. അല്ല, എന്നിട്ട് നമ്മൾ ഇത് കണ്ടത് എന്നിട്ട് അവിടെ ഹോട്ടലിലെത്തി ഈ റൂമിലോട്ടൊക്കെ കയറി ബാഗ് വെച്ചൊന്ന് ഇറങ്ങിയപ്പോഴാണ് ഹോട്ടലിന്റെ മുറ്റത്ത് തന്നെ ഒരു ഏരിയ ഉണ്ട്. അവിടെ നമ്മുടെ ഹിമാലയൻസ് നിരത്തി വെച്ചിരിക്കുക. ഒരു 10-100 പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു കാണാൻ. വെച്ചാൽ 20 ബൈക്സ് ഇങ്ങനെ ഒരു അസംബ്ലി ലൈനിൽ നിൽക്കണോ അല്ലെ, നമുക്ക് ഭയങ്കര ഫീൽ ആയിരുന്നു. അതിലാണല്ലോ നമ്മൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. തന്നെ നമ്മുടെ ബൈക്ക് ഏതാണ് നമ്മൾ ചൂസ് ചെയ്ത്. ആക്ച്വലി നമ്മൾ ക്യാപ്റ്റനെ മീറ്റ് ചെയ്ത് മാർഷൽ കൊണ്ട്, അതായത് ഗ്രൂപ്പിൽ നമുക്ക് പോകുമ്പോൾ ക്യാപ്റ്റൻ, മാർഷൽ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ഗ്രൂപ്പ് മേറ്റ്സ് നമ്മൾ കണ്ടിട്ടില്ല. ബാക്കിയുള്ള റോണിയിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മളെ ലീഡ് ചെയ്യുന്ന ആളും മാർഷൽ എന്ന് വെച്ചാൽ ഏറ്റവും ബാക്കിൽ വരുന്ന ആളും.
മാർഷലാണ് നമുക്ക് ബൈക്കിൽ ഫുൾ ടിപ്സ് ഒക്കെ പറഞ്ഞിരുന്ന ആളെ എങ്ങനെ ഓടിക്കുക അങ്ങനെയൊക്കെ ഉള്ള പുള്ളിയാണ് ഗൈഡ് ചെയ്യുന്നത്. പിന്നെ അല്ല ഒരു ട്രക്കും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ കൂടെ, നമ്മുടെ ലഗേജസ്. നമ്മുടെ ഏറ്റവും ബാക്കിൽ ആക്ച്വലി നമ്മുടെ ലഗേജ് ഒക്കെ ക്യാരി ചെയ്തിട്ട് ട്രക്കിൽ അങ്ങനെയായിരിക്കും നമ്മുടെ അതിന്റെ ഏറ്റവും വലിയ കാര്യമാണ് നമ്മള് മാർഷ്. പിന്നെ ഗ്രൂപ്പ് മേറ്റ്സ്, പക്ഷെ ഗ്രൂപ്പ് മേറ്റ്സ് നമ്മൾ ഇപ്പോഴും കണ്ടിട്ടില്ല, ആരാന്ന് അറിയത്തില്ല. എന്നിട്ട് നമ്മളിപ്പം അവിടെ എത്തി നല്ല വിശപ്പുണ്ടായി. അപ്പൊ ഫുഡ് കഴിക്കാൻ പോയി, നല്ലപോലെ കഴിച്ച്. അവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടണ ഹോട്ടലുണ്ടായി, അവിടെ നന്നായിട്ട് കഴിച്ച്. ഹോട്ടലിൽ നിന്ന് തന്നെ നമ്മൾ എന്നിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള വേറെ 2 പേരെയും കൂടെ 3 കപ്പിൾസിനെ കണ്ടു. ആക്ച്വലി അവര് 3 പേരും ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അവര് 3 കപ്പിൾസ്. പക്ഷെ അപ്പൊ നമ്മൾ എൽഡർ കപ്പിൾസ് നമ്മൾ ഞെട്ടിയപ്പം നമ്മൾ വിചാരിച്ചു ഗ്രൂപ്പ് ടൂർ ഇങ്ങനെ ബൈക്ക് റൈഡ് ആണല്ലോ, ഫുള്ളി അങ്ങനെയായിരിക്കും, നമ്മളായിരിക്കും ഏറ്റവും കൂടുതലൊക്കെയാണ് ചെന്നിട്ട്. അവരാണെങ്കിൽ ഭയങ്കര മീൻസ് നമ്മുടെ ഏജ് ഗ്രൂപ്പ് ഒന്നും അല്ല, പക്ഷെ അവരൊക്കെ ഭയങ്കര എന്തൂസിയാസം, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് 3 കപ്പിൾസ്. അവര് റിലേറ്റീവ്സോ ഫ്രണ്ട്സ് ഒക്കെയാണ്. അപ്പൊ അങ്ങനെ 3 കപ്പിൾസിനെ കണ്ട്. അവർ പക്ഷെ ബാംഗ്ലൂരിൽ നിന്നായിരുന്നു. അങ്ങനെ പക്ഷെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ അപ്പൊ നമ്മുടെ റൂം മുകളിലായിരുന്നു, സ്റ്റെപ്സ് കയറി പോകണമായിരുന്നു. അവിടെ നമുക്ക് ശരിക്കും ഇങ്ങനെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ബാക്കിൽ ചെന്നാൽ നിങ്ങൾക്ക് കുറച്ച് ശ്വാസം കിട്ടാൻ ആദ്യത്തെ ദിവസത്തിൽ ബുദ്ധിമുട്ടായിരിക്കും, തലയിൽ കുറച്ച് അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് ശരിക്കും കുറച്ച് ഫീൽ ചെയ്തു. എന്നാൽ നമ്മൾ ഫുഡും കൂടെ കഴിച്ചു വന്നപ്പോൾ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ക്ഷീണവും കിതപ്പും. നമ്മളവിടെ ചെന്ന് ഒരു 2 ദിവസമെങ്കിലും ഒന്നാമത് നല്ല ഓൾട്ടിറ്റ്യൂഡിലാണ്. അപ്പം നമ്മൾ പിന്നെയും ഓൾട്ടിറ്റ്യൂഡ് കെയർ ചെയ്ത് പിന്നെ നമ്മുടെ ബോഡിക്ക് ഈ ഓൾട്ടിറ്റ്യൂഡിനെ ഒന്ന് ആക്ലിമറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കണം. ഡേ 1 ആക്ച്വലി വേറെ ഒന്നും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ആക്ച്വലി ഫുഡ് പോലും അധികം കഴിക്കാൻ പാടില്ലായിരുന്നു. നമ്മൾ ഹെവി ഫുഡ് അടിച്ച് തിരിച്ച് ഹോട്ടലിൽ എത്തിയപ്പോഴാണ് ലൈറ്റ് ഫുഡ് ആൻഡ് റെസ്റ്റ്, ഫുൾ റെസ്റ്റ് ആണ്. ഇന്ന് നിങ്ങൾ എവിടെയും പോകണ്ട, നല്ലോണം കിടന്നോ. അപ്പൊ നമ്മുടെ ഈ ലേയിൽ പരിചയപ്പെട്ട ആന്റി ഉണ്ടല്ലോ, ഡൽഹിയിലെ ലേ ഓവറിൽ, പുള്ളിക്കാരി നമ്മളോട് ഇത് തന്നെയാ പറഞ്ഞത്, നിങ്ങൾ ഫുൾ റെസ്റ്റ് എടുക്കുന്ന, എന്നാലും നിങ്ങൾക്ക് ടുമോറോ നല്ല ഓക്കെ ആയിരിക്കും, നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഡൈമോക്സ് ഒരു ടാബ്ലറ്റ് അല്ലേ, പിന്നെ ഒരു കാര്യങ്ങളുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും 3 കപ്പിൾസിനെ കണ്ടതിൽ ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ പുള്ളിക്കാരിനോട് എന്ത് ചെയ്യണം നമ്മൾ അങ്ങനെയൊക്കെ നമുക്ക് എല്ലാം ഒരു പ്ലസ് ആയിരുന്നു, ബോണസ് ആയിരുന്നു ഗ്രൂപ്പിൽ നിന്ന് ശരിക്കും. എന്നിട്ട് നമ്മൾ ഹോട്ടലിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോ നമ്മുടെ ഹോട്ടലിലെ മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് മലയാളം കേൾക്കുന്നു. മലയാളി നമ്മൾ എന്നിട്ട് കൂടി മുകളിൽ കയറിയപ്പോ ഒരു ഗ്യാങ് 10-12 പേര്. അതില് exactly 2001 pass out ആയിട്ടുള്ള ഒരു ഗ്യാങ്. അതൊരു 8-9 പേരുണ്ട്. അവരുടെ ഹസ്ബൻഡ്സ്, വൈഫ്സ്, അതായത് കുറച്ച് ഫ്രണ്ട്സ്, പിന്നെ അവരുടെ സ്പൗസ്. അങ്ങനെ 2001 പാസ് ഔട്ട് ആയവര്, അതായത് കുറെ പേരൊക്കെ USA ന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, അതിനൊക്കെ ഈ ട്രിപ്പിന് വേണ്ടി മാത്രം വന്നിരിക്കുകയായിരുന്നു ഈ ഡിയോറിന്റെ ഗ്രൂപ്പില്. അപ്പോ അവരെ പരിചയപ്പെട്ട് നമുക്ക് മനസ്സിലായി മലയാളികളുടെ കൂടെ. അപ്പൊ ഭയങ്കര എനർജി ഒന്നുകൂടെ കൂടി. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ബൈക്ക് ട്രിപ്പ് ആരും അങ്ങനെ അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എല്ലാവർക്കും. നമുക്ക് നാളെ തൊട്ട് അത് മലയാളീനെ കൂടെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര എനർജി. വേറൊരു കാര്യം കൊണ്ടുണ്ടായിരുന്നു, ഡേ 1 നമ്മള് ഈവനിങ് നമ്മൾ ചായ കുടിക്കാൻ ആ ഹോട്ടലിൽ തന്നെ പോയി. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ നമുക്ക് അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇരുട്ടി, ഒരു 5:30, 6 അതിന് മുന്നേ തന്നെ പെട്ടെന്ന് ഇരുട്ടി സംഭവങ്ങളൊക്കെ. ഇവിടുത്തെ ഒരു 8 മണിയുടെ പെട്ടെന്ന് ഇരുട്ടി. എന്നിട്ട് അന്നത്തെ ഡിന്നർ ടൈമിലാണ് ആക്ച്വലി നമ്മൾ ഫുൾ ഗ്രൂപ്പ് ഒന്നിച്ചത്. അപ്പം നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ചൊരു 3-4 ബാച്ചിലേഴ്സും കൂടെ ഉണ്ടായിരുന്നു. അഫീഫ് ബൈ, സൗരവ്, അവരൊക്കെ അങ്ങനത്തെ കുറച്ച് പേരെയും കൂടെ നമ്മൾ അന്ന് മീറ്റ് ചെയ്തു. 2-3 പേര് സോളോ ബൈക്സ് ആയിരുന്നു, ബാക്കി എല്ലാവർക്കും പില്ലിയൻ റൈഡേഴ്സ്. എന്നിട്ട് അന്നത്തെ ദിവസം എനിക്ക് ചെറിയൊരു ബ്രീഫിംഗ് ഒക്കെ ഉണ്ടായിരുന്നില്ല. നമുക്ക് നാളത്തെ ദിവസം ഇത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെയൊക്കെ ക്യാപ്റ്റനും മാർഷലും എല്ലാവരും വന്നിട്ട് നമുക്കൊരു ബ്രീഫിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തന്നെയായിരുന്നു നമുക്ക് ഫുഡ്, രാത്രിത്തെ ഡിന്നർ. ഈ പാക്കേജിൽ ആക്ച്വലി നമ്മുടെ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ട്രാവൽ, ബൈക്ക് ഇൻക്ലൂഡഡ് ആണ്, പെട്രോൾ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മുടെ ലഗേജ് ക്യാരി ചെയ്യുന്ന ഈ വെഹിക്കിൾസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റേ
ഇത്രയാണ് നമ്മുടെ ശരിക്കും പക്ഷെ പാക്കേജിൽ പക്ക നമുക്ക് സേഫ് ആയിട്ട് പോയി വരാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഗൈഡ് ചെയ്യാൻ ക്യാപ്റ്റൻ ഉണ്ട്, എല്ലാ ഇതിനു വേണ്ടിയിട്ട് മാർഷൽ ഉണ്ട്. പിന്നെ ഈ സൈഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പൊ ലഗേജിനെ കുറിച്ച് നമുക്ക് ബോധർ ചെയ്യാണ്ട്. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത സ്റ്റേറ്റിലോട്ട് പോവുകയാണെങ്കിലും എല്ലാവരും ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. പക്ക റൂട്ടായിട്ടായിരിക്കും. എന്നിട്ട് ഈ ശരിക്കും ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ബൈക്സ് ഒരുമിച്ച് പോകുമ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു ഫീലായിരുന്നു നമുക്ക്. ആക്ച്വലി നമ്മൾ അവിടെ ഒറ്റയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്താലും ലഡാക്കിൽ ആക്ച്വലി അവിടെ റേഞ്ച് ഒന്നും കിട്ടൂല. നമുക്കപ്പോ റൂട്ട്സ് അറിയാൻ പറ്റില്ല. ഈ ഗ്രൂപ്പായിട്ട് പോകുന്നതാണ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മളും അതുകൊണ്ട് ആ ഗ്രൂപ്പായിട്ട് തന്നെ പോയാൽ. പിന്നെ ബൈക്കിംഗ് ഗിയേഴ്സും അവരെ നമുക്ക് റെന്റ് വരുമായിരുന്നു നല്ല ചീപ്പായിട്ടുള്ള പ്രൈസിന്. എല്ലാം ഈ മറ്റേ നീ പാഡ്, എൽബോ പാഡും ഹെൽമെറ്റ്സും എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത് പക്കായിട്ടായിരുന്നു അവർ നമ്മളെ കൊണ്ട് നടന്നിട്ട് നല്ല രീതിയിൽ. പാക്കേജ് ആക്ച്വലി റീസണബിൾ ആണ്. ആ നല്ല പ്രൈസുമായിരുന്നു നമുക്ക് കിട്ടിയതൊക്കെ. ആക്ച്വലി ഡിയോർ ഗ്രൂപ്പ് കൊള്ളാം നല്ല. നമ്മൾ പിന്നെ അവരുടെ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട് വേറെ ഡെസ്റ്റിനേഷൻ. കാരണം അവരുടെ നല്ല കോർഡിനേഷൻ ആയിരുന്നു നമ്മളോട്. അപ്പൊ നമ്മൾ പിന്നെ അവർ ചൂസ് ചെയ്തായിരുന്നു ഇങ്ങനെ ഓരോ പാക്കേജിനൊക്കെ വേണ്ടി. ശരിക്കും ഇതായിരുന്നു നമ്മുടെ ഡേ 1 അല്ലേ. ഡേ 1 നമ്മൾ പക്ഷേ ഫുൾ റെസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ പുറത്തു പോയി പോയില്ല. നമ്മുടെ കൂട്ടത്തിൽ വന്ന് കുറച്ച് പേര് രാവിലെ എത്തിയവരൊക്കെ വൈകുന്നേരം തൊട്ട് ഡെസ്റ്റിനേഷനിലൊക്കെ പോയി. പക്ഷെ നമ്മൾ അന്ന് റെസ്റ്റ് എടുത്ത് പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യും. പിറ്റേ ദിവസത്തെ ജേർണിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇതായിരുന്നു ഡേ 1. നാളെ തന്നെ ഓക്കെ.